വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 7th സെമിസ്റ്റർ NDDS എന്ന സബ്ജക്റ്റിൽ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നമ്മളിതിൽ ലിപ്പോസോംസും നിയോസോംസും നാനോ പാർട്ടിക്കിൾസ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ നോട്ട്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്താണെന്ന് നോക്കാം. ഒരു ആൻറ്റിബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. അത് ഇമ്മ്യൂൺ സിസ്റ്റം യൂസ് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോറിൻ ഒബ്ജക്ട്സ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ് പോലെയുള്ള ഫോറിൻ ഒബ്ജക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഫോറിൻ ഒബ്ജക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇമ്മ്യൂൺ സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് എന്ത്? ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ഓരോ ആൻറ്റിബോഡിയും ഓരോ സ്പെസിഫിക് ആൻറ്റിജനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഈ ആൻറ്റിബോഡീസിൻ്റെ ഹൈ സ്പെസിഫിസിറ്റി തന്നെയാണ് അതിനൊരു എക്സലൻറ്റ് ടൂളായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രോഡ് എറേ ഓഫ് ടാർഗറ്റ്സിന്, അതായത് ഡ്രഗ്സ് നിന്ന് ടു സെറം, പ്രോട്ടീൻ ടു മൈക്രോ ഓർഗാനിസം, ഇപ്പോൾ ബ്രോഡ് എറേ ഓഫ് ടാർഗറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും ഒരു എക്സലൻറ്റ് ടൂളായിട്ട് ആൻറ്റിബോഡീസിനെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ കാരണം അതിൻ്റെ ഹൈ സ്പെസിഫിസിറ്റി തന്നെയാണ്. ഇൻവിട്രോ എസേസിലൊക്കെ ആൻറ്റിബോഡീസ് നമുക്ക് സൊല്യൂബിൾ ആൻറ്റിജൻസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനും സെൽസ് അഗ്ലൂട്ടിനേറ്റ് ചെയ്യാനും ബാക്ടീരിയാസിനെ ഒബ്സനൈസ് ചെയ്ത് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ടോക്സിൻസിനെയും വൈറസിനെയും ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആൻറ്റിബോഡീസിന് പറ്റുന്നുണ്ട്. ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സിംഗിൾ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. അത് ഐഡൻറ്റിക്കലാണ്. അതേപോലെ സ്പെസിഫിക് എപ്പിടോപ്പ് അല്ലെങ്കിൽ ആൻറ്റിജനിക് ഡിറ്റർമിൻസിനോടൊക്കെ എഗെയിൻസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. ബി സെൽസ് ആണ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹൈബ്രിഡോമ സെൽ ലൈൻ ഈസ് ഫോംഡ് ബൈ ഫ്യൂഷൻ ഓഫ് വൺ ബി സെൽ ലിംഫോസൈറ്റ് വിത്ത് എ മൈലോമ സെൽ. ഒരു ഹൈബ്രിഡോമ സെൽ ലൈൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അത് ഒരു ബി സെൽ ലിംഫോസൈറ്റും മൈലോമ സെല്ലും കൂടിയിട്ട് ഫ്യൂഷൻ ചെയ്തിട്ടാണ് ഹൈബ്രിഡോമ സെൽ ലൈൻ ഫോം ചെയ്യുന്നത്. Some myeloma cells naturally synthesize a single monoclonal antibody. ചില മൈലോമ സെൽസിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിംഗിൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ നാച്ചുറലി സിന്തസൈസ് ചെയ്യാനും സാധിക്കും. ഇതാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി മെയിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സെൽ ലൈൻ അല്ലെങ്കിൽ ക്ലോൺ ആണ്. അതൊരു ഇമ്മ്യൂണൈസ്ഡ് ആനിമലിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് വിത്ത് എ സബ്സ്റ്റൻസ് ടു ബി സ്റ്റഡിഡ്. ഈ സെൽ ലൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി സെൽസ്, ഇമ്മ്യൂണൈസ്ഡ് ആനിമൽസിനുള്ള ബി സെൽസും മൈലോമ സെൽസും കൂടിയിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് സെൽ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിസൈഡ് മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽസിന് നമുക്ക് രണ്ട് തരത്തിൽ ഗ്രോൺ ചെയ്യാം. ഒന്ന്, നമുക്ക് സ്യൂട്ടബിളി പ്രിപ്പയർ ചെയ്തിട്ടുള്ള മൗസിലോട്ട്, എലി ഉണ്ടാവുമല്ലോ, എലിയിലോട്ട് പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ ഇഞ്ചെക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇൻവിട്രോ ടിഷ്യൂ കൾച്ചറിൽ സെൽസിനെ എന്ത് ചെയ്യാം? ഔട്ട്സൈഡ് മൗസ് ബോഡി ഒരു ഫ്ലാസ്കിൽ കൾച്ചറിൽ കീപ്പ് ചെയ്യാം സെൽസിനെ. അങ്ങനെ ഇൻവിട്രോ ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ടും നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ അതിൻ്റെ പ്രിപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. മൗസ് ഉണ്ട്. ആ മൗസിലുള്ള സ്പ്ലീൻ സെൽസ് ഉണ്ടായിരിക്കും. അതും മൈലോമ സെൽസും കൂടിയിട്ട് ഫ്യൂഷൻ നടക്കും. അങ്ങനെ ഹൈബ്രിഡോമ ഫോം ചെയ്യുന്നുണ്ട്. മൗസിലുള്ള സ്പ്ലീൻ സെൽസും മൈലോമ സെൽസും കൂടിയിട്ട് ഫ്യൂഷൻ നടന്നിട്ട് ഹൈബ്രിഡോമ ഫോം ചെയ്യും. അതിനെ ഒരു ഹാറ്റ് മീഡിയത്തിൽ കൾച്ചർ ചെയ്യാം. പോസിറ്റീവ് സെൽസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാറ്റ് മീഡിയത്തിൽ കൾച്ചർ ചെയ്യാം. എന്നിട്ട് മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ ഹാർവെസ്റ്റ് ചെയ്യാം. മൗസ് ഇമ്മ്യൂണൈസേഷനൊക്കെ ചെയ്തിട്ടുള്ള ആൻറ്റിജൻ ഇമ്മ്യൂണൈസേഷൻ ചെയ്തിട്ടുള്ള മൗസിൽ നിന്ന് ഇമ്മ്യൂൺ സെല്ലിനെ ഐസൊലേറ്റ് ചെയ്യാം. ആൻറ്റിബോഡി ഫോമിംഗ് സെൽസ് ഉണ്ടായിരിക്കും. അതും ട്യൂമർ സെൽസും കൂടിയിട്ട് ഫ്യൂഷൻ നടന്നിട്ട് ഹൈബ്രിഡോമ ഫോം ചെയ്യും. ഈ ഹൈബ്രിഡോമേനെ ഡിസൈഡ് ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്ക്രീൻ ചെയ്യാം. അപ്പോൾ ആൻറ്റിബോഡി പ്രൊഡ്യൂസിങ് ഹൈബ്രിഡോമാസ് ക്ലോൺ ചെയ്തിട്ട് ക്ലോണൽ എക്സ്പാൻഷൻ നടന്നിട്ട് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഫോം ചെയ്യും. ഇങ്ങനെയാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീൻ്റെ പ്രിപ്പറേഷൻ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? നമ്മുടെ മൗസ് ഉണ്ടായിരിക്കും. അവർ സ്പ്ലീൻ സെൽസും മൈലോമ സെൽസും കൂടി കമ്പൈൻ ചെയ്ത് ഫ്യൂഷൻ നടന്ന് ഹൈബ്രിഡോമ ഫോം ചെയ്യും. ഈ ഹൈബ്രിഡോമേനെ എന്ത് ചെയ്യുക? ഒരു ഹാറ്റ് മീഡിയത്തിൽ കൾച്ചർ ചെയ്യുക. പോസിറ്റീവ് സെൽസിനെ സെലക്ട് ചെയ്ത്
മോണോക്ലോണൽ ആൻറ്റിബോഡീനെ ഹാർവെസ്റ്റ് ചെയ്യാം. മൗസിന് ആൻറ്റിജൻ ഇമ്മ്യൂണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇമ്മ്യൂൺ സെൽസിനെ ഐസൊലേറ്റ് ചെയ്യുക, ആൻറ്റിബോഡി ഫോമിംഗ് സെൽസ് ഉണ്ടാവും. അതും ട്യൂമർ സെൽസും കൂടി ഫ്യൂസ് ചെയ്ത് ഹൈബ്രിഡോമ ഫോം ചെയ്യും. ഈ ഹൈബ്രിഡോമേനെ ഡിസൈഡ് ആൻറ്റിബോഡീൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്ക്രീൻ ചെയ്യാം. ആൻറ്റിബോഡി പ്രൊഡ്യൂസിങ് ഹൈബ്രിഡോമ ക്ലോൺ ഉണ്ടാവും. അങ്ങനെ ക്ലോണൽ എക്സ്പാൻഷൻ നടന്നിട്ട് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഫോം ചെയ്യും. ഈ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് വെച്ചാൽ മതി, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫ്ലോ ചാർട്ട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി, അങ്ങനെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ആണ്. ആദ്യം ആനിമലിന് എന്ത് ചെയ്യുക, മൗസിനെ ഇമ്മ്യൂണൈസ് ചെയ്യുക, ഡിസൈഡ് ആൻറ്റിജൻ വെച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്നിട്ട് സ്പ്ലീൻ സെൽസിനെ ഐസൊലേറ്റ് ചെയ്യാൻ ആൻറ്റിബോഡി പ്രൊഡ്യൂസിങ് ബി സെൽസ് ഉണ്ടായിരിക്കും. സ്പ്ലീൻ സെൽസും മൈലോമ സെൽസും കൂടിയിട്ട് ഫ്യൂസ് ചെയ്യുന്നുണ്ട് പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ യൂസ് ചെയ്തിട്ട്. അൺഫ്യൂസ്ഡ് ബി സെൽസിനൊക്കെ അത് നാച്ചുറലി ഡൈ ചെയ്തോളും, നാച്ചുറലി അത് ചത്തുപോയിക്കോളും. എന്നിട്ട് അമിനോപ്റ്ററിൻ ആഡ് ചെയ്യുക കൾച്ചറിലോട്ട് അൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈലോമ സെൽസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിമൈനിങ് ഫ്യൂസ്ഡ് സെൽസിനെ ക്ലോൺ ചെയ്യുക, അതായത് ഒരു സെല്ലിനെ ഒരു വെല്ലിൽ പ്ലേസ് ചെയ്യുക. അങ്ങനെ ഓരോ സെല്ലും എന്ത് ചെയ്യുക, ഒരു ക്ലോൺ ഓഫ് ഐഡൻറ്റിക്കൽ സെൽസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് റിമൈനിങ് ഫ്യൂസ്ഡ് സെൽസിനെ ക്ലോൺ ചെയ്യുക. എന്നിട്ട് സൂപ്പർനേറ്റൻ്റ് ഓഫ് ഈച്ച് ക്ലോണിന് ഡിസൈഡ് ആൻറ്റിബോഡി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സ്ക്രീൻ ചെയ്യാം. എന്നിട്ട് ഡിസൈഡ് ക്ലോണിനെ സെലക്ട് ചെയ്തിട്ട് അതിന് ടിഷ്യൂ കൾച്ചറിൽ ഇൻഡെഫിനറ്റ്ലി ഗ്രോ ചെയ്യുക. ആൻറ്റിബോഡീനെ കൾച്ചറിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാം. ഇത് പെർ മില്ലിഗ്രാം മോണോക്ലോണൽ ആൻറ്റിബോഡിക്ക് 1000 to 2000 റുപ്പീസാണ് വരുന്നത്. ഇതാണ് പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡി. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻസും ഉണ്ട്, അതേപോലെ തന്നെ തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻസും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻ നോക്കാം. ഇത് ലബോറട്ടറി ഡയഗ്നോസിസിൽ വേരിയസ് ഡിസീസസിൻ്റെ ലബോറട്ടറി ഡയഗ്നോസിസിൽ നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഡയഗ്നോസ്റ്റിക് റിയേജൻസ് ആയിട്ടാണ് ബയോകെമിക്കൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് ഓഫ് ഡിസീസിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്. ഫസ്റ്റ് വൺ മോണോക്ലോണൽ ആൻറ്റിബോഡി ഇൻ ബയോകെമിക്കൽ എസ്സേ. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് യൂസ് ചെയ്തിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആ റിയേജൻസ് ആയിട്ട് റൂട്ടീൻലി റേഡിയോ ഇമ്മ്യൂണോ എസ്സേയിലും എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് എസ്സേയിലൊക്കെ ലബോറട്ടറീസിൽ യൂഷ്വലി റൂട്ടീൻലി യൂസ് ചെയ്യുന്നുണ്ട്. ഈ എസ്സേ എന്താ മെഷർ ചെയ്യുന്നത്? സർക്കുലേറ്റിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ഹോർമോൺസ്, ഇൻസുലിൻ, ഹ്യൂമൻ കൊറിയോണിക് ഗൊനേഡോട്രോപ്പിൻ, അതായത് HCG, ഗ്രോത്ത് ഹോർമോൺ, പ്രൊജസ്ട്രോൺ, തൈറോക്സിൻ, ട്രൈ ഐഡോതൈറോണിൻ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഗ്യാസ്ട്രിൻ, റെനിൻ, ഇതിൻ്റെയൊക്കെ സർക്കുലേറ്റിംഗ് കോൺസെൻട്രേഷനെ ഈ ഒരു എസ്സേ മെഷർ ചെയ്യുന്നുണ്ട്. അതർ ടിഷ്യൂ ആൻഡ് സെൽ പ്രൊഡക്ട്സ് ആണ് ഇൻ്റർഫെറോൺ, ഇൻ്റർലൂക്കിൻ, ഹിസ്റ്റോകോമ്പാക്റ്റബിലിറ്റി ആൻറ്റിജൻ, ട്യൂമർ മാർക്കേഴ്സ്. അപ്പോൾ ഇതിനൊക്കെ റൂട്ടീൻലി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് ഇയേഴ്സ് ആയിട്ട് നമ്പർ ഓഫ് ഡയഗ്നോസ്റ്റിക് കിറ്റ്സ് യൂസിങ് മോണോക്ലോണൽ ആൻറ്റിബോഡി ഹാവ് ബിക്കം കൊമേഴ്ഷ്യലി അവൈലബിൾ. അതായത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡയഗ്നോസ്റ്റിക് കിറ്റ്സ് ഇപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. ഇയർലി ഡയഗ്നോസിസ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് യൂസ് ചെയ്തിട്ടുള്ള ഇയർലി ഡയഗ്നോസിസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ പ്രഗ്നൻസി, അതായത് HCGൻ്റെ യൂറിനറി ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് യൂസ് ചെയ്യും പ്രഗ്നൻസി കണ്ടീഷനിൽ. പിന്നെ ക്യാൻസർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡയഗ്നോസിസിനും അതേപോലെ ട്യൂമർ മാർക്കേഴ്സിൻ്റെ എസ്റ്റിമേഷനൊക്കെ വേണ്ടിയിട്ട് ക്യാൻസറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫെക്ഷ്യസ് ഡിസീസസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സർക്കുലേറ്റിംഗ് ലെവൽ ഓഫ് ആൻറ്റിജൻ സ്പെസിഫിക് ടു ഇൻഫെക്ഷ്യസ് ഏജൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നൈസേരിയ, ഗൊനേറിയ, ഹെർപ്പസ് സൂസ്റ്റർ വൈറസ്, അതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് മോണോക്ലോണൽ ആൻറ്റിബോഡി ഇൻ ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് മോണോക്ലോണൽ ആൻറ്റിബോഡി ഇൻ ബയോകെമിക്കൽ എസ്സേ ആണ്. അടുത്തത് മോണോക്ലോണൽ ആൻറ്റിബോഡി ഇൻ ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ്. റേഡിയോ ലേബിൾഡ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഒക്കെ ഡിസീസ് ഇമേജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ ഇമ്മ്യൂണോ സ്കിൻഡിഗ്രഫി എന്നും പറയുന്നുണ്ട്. കോമൺലി യൂസ് ചെയ്യുന്ന റേഡിയോ ഐസോട്ടോപ്സ് ആണ് അയഡിൻ 131, ടെക്നീഷ്യം 99. ഈ റേഡിയോ ഐസോട്ടോപ്പ് ടാക്ട് മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ ഇൻട്രാവേനിയസ്ലി പേഷ്യൻസിലോട്ട് ഇഞ്ചക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് സ്പെസിഫിക് സൈറ്റിൽ ലോക്കലൈസ് ചെയ്തിട്ട് അതിനെ ഇമേജിംഗ് റേഡിയോ ആക്ടിവിറ്റി വഴി ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഇമ്മ്യൂണോ സ്കിൻഡോഗ്രഫി എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഡയഗ്നോസ്റ്റിക് ടൂളാണ്. എന്തിനേക്കാട്ടിലും CT സ്കാൻ, അൾട്രാസൗണ്ട്, MRIനെക്കാട്ടിലൊക്കെ സെർട്ടൈൻ കേസസിൽ ഈ ഒരു ഇമ്മ്യൂണോ സ്കിൻഡോഗ്രഫി എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഡയഗ്നോസ്റ്റിക് ടൂളാണ്. ഇത്രയാണ് ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻസിൽ രണ്ടിതാണ് മെയിനായിട്ട്. മോണോക്ലോണൽ ആൻറ്റിബോഡി ഇൻ ബയോകെമിക്കൽ എസ്സേ ഉണ്ട്,
മോണോക്ലോണൽ ആൻറ്റിബോഡി ഇൻ ഡയഗ്നോസ്റ്റിക് ഇമേജിങ്ങും ഉണ്ട്. അടുത്തത് തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻസ് ആണ് കാർഡിയോ വാസ്കുലർ ഡിസീസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ആൻറ്റിമയോസിൻ മോണോക്ലോണൽ ആൻറ്റിബോഡി ലേബിൾഡ് വിത്ത് റേഡിയോ ഐസോട്ടോപ്പ് ഇൻഡിയം ക്ലോറൈഡ് 3 അത് മയോസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മയോകാർഡിയൽ ഇൻഫാക്ഷൻ്റെ സൈറ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി ഇത് ഇൻട്രാവേനിയസ് അഡ്മിനിസ്ട്രേഷന് ഒരു 24 to 48 ഹവേഴ്സിന് ശേഷമാണ് പെർഫോം ചെയ്യുന്നത്. ഇവിടുത്തെ ഇമേജിംഗ് മെത്തേഡ്സ് ആണ് പ്ലാനാർ ഗാമ ക്യാമറ. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്നും പറയുന്നുണ്ട്. ഇത് എന്ത് ചെയ്യും, ഹാർട്ടിനൊക്കെ ഡിഗ്രി ഓഫ് ഡാമേജ് ഓഫ് ഹാർട്ട്, അതേപോലെ ഇനേബിൾ ഡിറ്റക്ഷൻ ഓഫ് ദ ലൊക്കേഷൻ ആൻഡ് ഡിഗ്രി ഓഫ് ഡാമേജ് ടു ദ ഹാർട്ട്, അതേപോലെ ഹാർട്ട് അറ്റാക്സിനൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ്ഫുൾ ആണ്. അടുത്ത ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണ്. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അതായത് DVT, അതായത് ബ്ലഡ് ക്ലോട്ട്സ് ഫോം ചെയ്യാണ് വിത്തിൻ ദ വെയിൻ, പ്രൈമർലി ലോവർ എക്സ്ട്രിമിറ്റീസിൽ. അത് ലോവർ എക്സ്ട്രീമിറ്റീസിൽ വിത്തിൻ വെയിൻ ബ്ലഡ് ക്ലോട്ട്സ് ഫോം ചെയ്യുന്നതാണ് DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഡിറ്റക്ഷന് വേണ്ടിയിട്ട് റേഡിയോ ഐസോട്ടോപ്പ് ലേബിൾഡ് മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ ഫൈബ്രിൻ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിലോട്ട് ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി 4 hours ആഫ്റ്റർ ഇഞ്ചക്ഷനാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഈ ഫൈബ്രിൻ സ്പെസിഫിക് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് തൈ, പെൽവിസ്, കാഫ്, നീ റീജിയൻസിലൊക്കെ ക്ലോട്ടിംഗ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സക്സസ്ഫുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് അതെറോസ്ക്ലിറോസിസ്. അതെറോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടീരിയൽ വാളിലുള്ള തിക്കനിങ് അതേപോലെ ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇതിനെയാണ് അതെറോസ്ക്ലിറോസിസ് എന്ന് പറയാം. ഈ അതെറോസ്ക്ലിറോട്ടിക് പ്ലേഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, കൊറോണറി ആൻഡ് പെരിഫറൽ ആർട്ടറീസിന് ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട്. ഹാർട്ട് ഡിസീസസിനൊക്കെ ഡെവലപ്മെൻറ്റ് അത് കാരണമാകുന്നുണ്ട്. മോണോക്ലോണൽ ആൻറ്റിബോഡി റേഡിയോ ലേബിൾഡുമായിട്ട് ടാഗ് ചെയ്തിട്ട് അതിനെ ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സിന് എഗെയിൻസ്റ്റ് ഡയറക്റ്റ് ചെയ്യാം. അത് അതെറോസ്ക്ലിറോട്ടിക് ലെഷൻസിനെ ലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജിംഗ് ടെക്നിക്സ് വഴി അതിനെ ലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസിൽ എന്തൊക്കെയാണ് പഠിച്ചത്, എന്താണ് മോണോക്ലോണൽ ആൻറ്റിബോഡി, അതേപോലെ മോണോക്ലോണൽ ആൻറ്റിബോഡീൻ്റെ പ്രിപ്പറേഷൻ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. പ്രിപ്പറേഷൻ ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ്, അതേപോലെ ആപ്ലിക്കേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും മിസ്സാവാതെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്താണ്, ഡ്രഗ് ടാർഗറ്റിംഗ്, അതിൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നോക്കി. അതേപോലെ നിയോസോംസ്, ലിപ്പോസോംസ്, നാനോ പാർട്ടിക്കിൾസ്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, ഇത്രയാണ് ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ വരുന്നത്. ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അതേപോലെ ബിഫാം കൂടുതൽ മലയാളം വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.